കല്ലേറ്റുങ്കര പാറേക്കാട്ടുകര ഷാപ്പിലുണ്ടായ സംഘട്ടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് പിടികൂടി. പാറേക്കാട്ടുകര സ്വദേശികളായ കള്ളിവളപ്പിൽ ജിൻഡോ, പൂവക്കാട്ടിൽ സിദ്ധാർത്ഥൻ എന്നിവരെയാണ് പിടികൂടിയത്. പാടശേഖരത്തിലേക്ക് വെള്ളം ലഭിക്കുന്നില്ല. മാള കോട്ടയ്ക്കൽ പാടശേഖര സമിതിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചാലക്കുടി KSRTC റോഡിലെ അനധികൃത പാർക്കിംഗ് വാഹന ഗതാഗതത്തിന് തടസ്സമാകുന്നു. ടൈൽ വിരിച്ച് നവീകരിച്ച റോഡിലാണ് അനധികൃത പാർക്കിംഗ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കല്ലേറ്റുങ്കര പാറേക്കാട്ടുകര ഷാപ്പിലുണ്ടായ സംഘട്ടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പേരെ ആളൂർ പോലീസ് പിടികൂടി. പാറേക്കാട്ടുകര സ്വദേശികളായ കള്ളിവളപ്പിൽ 28 വയസ്സുള്ള ജിൻഡോ, പൂവക്കാട്ടിൽ 68 വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ആളൂർ SHO KM ബിനീഷിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. തിരുവോണ ദിവസമായ ഞായറാഴ്ചയാണ് സംഭവം. കല്ലേറ്റുങ്കര വടക്കുമുറി സ്വദേശി 41 വയസ്സുള്ള കാച്ചപ്പള്ളി ജോബിയാണ് മരിച്ചത്. ജോബിയും സിദ്ധാർത്ഥനും തമ്മിൽ പാറേക്കാട്ടുകര ഷാപ്പിനും മുൻവശത്ത് വെച്ച് ഞായറാഴ്ച ഉച്ചയോടെ അടിപിടി കൂടുകയായിരുന്നു. അതേസമയം ബൈക്കിൽ വരികയായിരുന്ന ജിൻഡോ ഇരുവരെയും പിടിച്ചുമാറ്റുന്നതിനിടയിൽ ജോബിയുമായി വാക്കുതർക്കത്തിലായി. തുടർന്ന് സംഘട്ടനത്തിൽ റോഡിൽ വീണ് കിടന്ന ജോബിയെ വീട്ടുകാർ എത്തി തൃശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനുള്ളിലാണ് ജിൻഡോയെയും സിദ്ധാർത്ഥനെയും കസ്റ്റഡിയിലെടുത്തത്. SIമാരായ KS ഗിരീഷ്, KK രഘു, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ PC സുനന്ദ്, സിവിൽ പോലീസ് ഓഫീസറായ PS സലേഷ്, ഇരിങ്ങാലക്കുട DYSP സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. മീഡിയ ടൈം, ആളൂർ. പാടശേഖരത്തിലേക്ക് വെള്ളം ലഭിക്കുന്നില്ല. കർഷകർ ദുരിതത്തിൽ. മാള കോട്ടയ്ക്കൽ പാടശേഖര സമിതിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തോടുകളിലെ കാടും മറ്റും വെട്ടിമാറ്റി തോട് ശുചീകരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്ന് പാടശേഖര സമിതി അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. മാള കോട്ടയ്ക്കൽ പാടശേഖരത്തിൽ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് കർഷകർ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ തോടുകൾ വൃത്തിയാക്കാത്തത് മൂലം കൃഷിക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. പലതവണ വാർഡ് മെമ്പറോടും പഞ്ചായത്തിലും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പാടശേഖര സമിതി അംഗങ്ങൾ പറയുന്നു. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹകരണവുമില്ല. ആകെ 3 തോടുകളാണ് ഞങ്ങൾക്ക് വെള്ളത്തിന് പ്രതീക്ഷിക്കുന്നത്. അതിൽ ആകെ ഒരു തോട് മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ബാക്കി 2 തോടുകൾ അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ കൃഷിക്ക് വേണ്ട വെള്ളം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു. പഞ്ചായത്തിൻ്റെ മെമ്പർ പറഞ്ഞു എനിക്കറിയില്ല. അതിനുശേഷം പിന്നെ പറഞ്ഞു നിങ്ങൾ കരടച്ച റെസീറ്റ് കൊണ്ടുപോവുക. ഈ രീതിയിലാണ് അവരുടെയൊക്കെ ഒരു പെരുമാറ്റം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിക്ക് വെള്ളം കിട്ടുക അല്ലെങ്കിൽ വെള്ളം പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കി തരുക എന്നെങ്കിലും പഞ്ചായത്ത് ചെയ്യണം. അല്ലാതെ കൃഷി ചെയ്യാനായിട്ട് എല്ലാവിധ പ്രോത്സാഹനങ്ങളും പഞ്ചായത്ത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ നമ്മൾക്ക് അതിനുള്ള ഒരു ഭൗതിക സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾ വർഷം തോറും തോട്ടിൽ കയർ ഭൂവസ്ത്രം വിരിക്കുന്നുണ്ട് എന്നല്ലാതെ ഇതുകൊണ്ട് കർഷകർക്ക് യാതൊരു ഗുണവും ഇല്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല കയർ ഭൂവസ്ത്രത്തിലൂടെ പുല്ല് വളർന്ന് കാടുകയറുമ്പോൾ അത് കളയാൻ ശ്രമിക്കവേ കയർ ഭൂവസ്ത്രം നശിക്കുന്ന അവസ്ഥയാണ്. ഇത് കയർ കർഷകരെ സഹായിക്കാനാണെന്നാണ് ഇവരുടെ ആക്ഷേപം. ഇത്തരത്തിൽ കർഷകർക്കോ പൊതുജനങ്ങൾക്കോ യാതൊരു പ്രയോജനവും ഇല്ലാത്ത പണികൾ നടത്താതെ തോടുകളിലെ കാടും മറ്റും വെട്ടിമാറ്റി തോട് ശുചീകരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്നാണ് പാടശേഖര സമിതി അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, മാള. ചാലക്കുടി KSRTC റോഡിലെ അനധികൃത പാർക്കിംഗ് വാഹന ഗതാഗതത്തിന് തടസ്സമാകുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ടൈൽ വിരിച്ച് നവീകരിച്ച KSRTC റോഡിലാണ് അനധികൃത പാർക്കിംഗ് ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നത്. 100 കണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം ഇതുവഴി കടന്നുപോകുന്നത്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കണമെന്ന കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഗതാഗതത്തിന് തടസ്സം വരുത്തുന്ന തരത്തിൽ പാർക്കിംഗ് ഇപ്പോഴും ചാലക്കുടി KSRTC റോഡിൽ തുടരുകയാണ്. ഇരുചക്ര വാഹനങ്ങളാണ് റോഡിന്റെ ഇരുവശത്തും അനധികൃതമായി പാർക്ക് ചെയ്യുന്നത്.
രാവിലെ പാർക്ക് ചെയ്തു പോകുന്ന ഇരുചക്ര വാഹനങ്ങൾ രാത്രിയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. KSRTC സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം ഇതുവഴി കടന്നു പോകുന്നത്. അനധികൃത പാർക്കിംഗ് ഒഴിവാക്കി ഗതാഗത തടസ്സം ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി നാട്ടിൽ നടന്നത്. ദേശീയപാത 66-ൽ തൃപ്രയാർ സെന്ററിനടുത്ത് കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പേർ മരിച്ചു. വലപ്പാട് കോതകുളം ബീച്ച് സ്വദേശി കാര്യപ്പറമ്പിൽ രാമദാസിന്റെ മകൻ ആശീർവാദ്, വലപ്പാട് മാലാകവളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന നിഹാൽ എന്നയാളെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 2:30 തൃപ്രയാർ BB മാളിനടുത്തായിരുന്നു അപകടം. വലപ്പാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. മാളയിൽ വാഹനാപകടം. മാള ഫൊറോന പള്ളി കോംപ്ലക്സിന് സമീപം ഇന്ന് രാവിലെയാണ് അപകടം നടന്നത്. മാളയിൽ നിന്നും ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ച ബൈക്ക് വടമ ഭാഗത്തു നിന്നും മാളയ്ക്ക് വരികയായിരുന്ന ജീപ്പിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്ക് പറ്റി. ഇവരെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്കിന് കേടുപാടുകൾ സംഭവിച്ചു. CBSE ക്ലസ്റ്റർ കബഡി ടൂർണമെന്റ് മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ ആരംഭിച്ചു. ഫ്ലഡ് ലൈറ്റ് കോർട്ടിലെ റബ്ബർ മാറ്റിൽ നടക്കുന്ന മത്സരങ്ങൾ PSC മെമ്പർ അഡ്വക്കേറ്റ് KB സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഉജ്ജ്വലമായ മത്സരത്തിന് വേദിയിലേക്ക് മുന്നേറാനുള്ള തിടുക്കത്തിലാണ്. ഈ വെയിലിൽ നിന്ന് നിങ്ങളെ കുറേ നേരം നിർത്തി എൻ്റെ സംസാരം നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കായിക ലോകം ഏഷ്യൻ ഗെയിംസ് ആയാലും ഒളിമ്പിക്സ് ആയാലും ഇന്ത്യയുടെ കായിക ലോകം കുറേയേറെ മിടുക്കന്മാരെയും മിടുക്കുകളെയും തേടുന്ന ഒരു കാലഘട്ടമാണ്. കായിക രംഗത്ത് പുത്തനുണർവുകളായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നു ചേർന്ന് ഈ മാളയുടെ മണ്ണിൽ മാറ്റിവെക്കുന്ന എല്ലാ കായിക സ്നേഹികൾക്കും ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. സെപ്റ്റംബർ 19 മുതൽ 21 വരെ നടക്കുന്ന അണ്ടർ 19, 17, 14 വിഭാഗങ്ങളിലായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കേരളത്തിലെ 60ഓളം സ്കൂളിലെ 700ഓളം പേരാണ് പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളിലായി രാവിലെ 7 മുതൽ രാത്രി 9 മണി വരെയാണ് മത്സരങ്ങൾ. ജാതി സെൻസസ്, എയ്ഡഡ് മേഖലയിലെ നിയമനം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ സർക്കാർ മൗനം വെടിയണമെന്ന് KPMS സംസ്ഥാന ഉപാധ്യക്ഷൻ PN സുരൻ പറഞ്ഞു. കൊടുങ്ങല്ലൂർ മാള യൂണിയനുകളുടെ സംയുക്ത കൺവെൻഷൻ പൊയ്യ SNDP ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന നേതാക്കളായ ശാന്ത ഗോപാലൻ, ശശി കൊരട്ടി, മാള യൂണിയൻ സെക്രട്ടറി NK പ്രേമവാസൻ, കൊടുങ്ങല്ലൂർ യൂണിയൻ സെക്രട്ടറി ഷാജു വാര്യത്ത്, ജെനീഷ് കുറ്റിപ്പറമ്പത്ത്, VS ഉണ്ണികൃഷ്ണൻ, KV രതീഷ്, VA സുബ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടേപ്പാടം മനക്കലപ്പടി റോഡ് വേളുക്കര പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ കോണത്തുകുന്ന് വരെ റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ തൃശൂരിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഈ റോഡിലൂടെയാണ് പോകുന്നത്. ഈ റോഡിന്റെ ഇരുവശവും കാടുകയറി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്ന സാഹചര്യത്തിലാണ് കാടുവെട്ടി വൃത്തിയാക്കിയത്. വേളുക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർ യൂസഫ് കൊടകരപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തികളിൽ ഫ്രണ്ട്സ് പട്ടേപ്പാടം പ്രവർത്തകരായ ഷജീർ കൊടകരപ്പറമ്പിൽ, VA അനീഷ്, ഹരികൃഷ്ണൻ, റെനീഷ്, സുലൈമാൻ, രമേശ്, അസി അക്ബർ എന്നിവരും പങ്കാളികളായി. സംസ്ഥാനത്തെ ഏറ്റവും ഉയരമുള്ള വ്യക്തി പാവറട്ടി പുതുമനശ്ശേരി സ്വദേശി പണിക്ക വീട്ടിൽ കമറുദ്ദീൻ അന്തരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. അത്ഭുത ദ്വീപ് ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി 25ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ചാലക്കുടി ലിങ്ക് സെന്റർ കെട്ടിട ശിലാസ്ഥാപനം 21-ന് ഉച്ചതിരിഞ്ഞ് 3-ന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SN ഹാളിൽ നടക്കുന്ന ചടങ്ങ് മണപ്പുറം ഫിനാൻസ് ചെയർമാൻ CEO VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് TO പൗലോസ് അധ്യക്ഷനാകും. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂർദ്ദീൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. 3 നിലകളിലായി 6000 ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കെട്ടിടമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. 1 കോടി ചെലവിൽ 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് പദ്ധതി. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് TO പൗലോസ്, സെക്രട്ടറി ഉഷാദേവി, ട്രഷറർ ലീല പൗലോസ്, ജോയിന്റ് സെക്രട്ടറി ജോർജ് തോമസ്, വൈസ് പ്രസിഡന്റുമാരായ AL കൊച്ചപ്പൻ,
റോസി ലാസർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ബഷീറിന്റെ ബാല്യകാല സഖിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പൂലാനി നവമാറ്റൊലി കുട്ടി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുരുന്നു വായന പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ചിത്രകലാ അധ്യാപകൻ CP സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. TS മനോജ് അധ്യക്ഷനായി. അയന പ്രകാശ് പദ്ധതി വിശദീകരണം നടത്തി. PV രമേശൻ, രമ്യ മനോജ്, PS സേതുലക്ഷ്മി, അനാമിക P അജയഘോഷ്, KS ആകർഷ്, MS ആനന്ദകൃഷ്ണ, MP ശ്രീവിദ്യ, PS അശ്വിൻ എന്നിവർ സംസാരിച്ചു. വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് ചേരാതുകൾ തെളിയിച്ചു. കൊടുങ്ങല്ലൂർ BRCയിൽ കേരള ഹിന്ദി പ്രചാര സഭ കഴിഞ്ഞ വർഷം നടത്തിയ സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ 11 വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 5ാം ക്ലാസ് പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വന്ന കവിത എഴുതിയ GKVHSS എറിയാട് സ്കൂളിൽ പഠിക്കുന്ന ഭിന്നശേഷി വിദ്യാർത്ഥിയായ അമൽ ദേവിനെയും ചടങ്ങിൽ ആദരിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ BRC BPC മോഹൻരാജ് അധ്യക്ഷനായ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ AEO മൊയ്തീൻകുട്ടി, ഡയറ്റ് ഫാക്കൽറ്റി മുഹമ്മദ് റാഫി, ഹിന്ദി അധ്യാപക പരിശീലകൻ സുനിൽ, BRC കൊടുങ്ങല്ലൂർ ട്രെയിനർ ശ്രീ പാർവതി, BRC കൊടുങ്ങല്ലൂർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ AS വിനയ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കല്ലേറ്റുങ്കര പാറേക്കാട്ടുകര ഷാപ്പിലുണ്ടായ സംഘട്ടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ 2 പേരെ പോലീസ് പിടികൂടി. പാറേക്കാട്ടുകര സ്വദേശികളായ കള്ളിവളപ്പിൽ ജിൻഡോ, പൂവക്കാട്ടിൽ സിദ്ധാർത്ഥൻ എന്നിവരെയാണ് പിടികൂടിയത്. പാടശേഖരത്തിലേക്ക് വെള്ളം ലഭിക്കുന്നില്ല. മാള കോട്ടയ്ക്കൽ പാടശേഖര സമിതിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ചാലക്കുടി KSRTC റോഡിലെ അനധികൃത പാർക്കിംഗ് വാഹന ഗതാഗതത്തിന് തടസ്സമാകുന്നു. ടൈൽ വിരിച്ച് നവീകരിച്ച റോഡിലാണ് അനധികൃത പാർക്കിംഗ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.